എല്ലാവർക്കും നമസ്കാരം. ധ്വനി കലാലയത്തിൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചുള്ള കുറച്ച് ദ്രുതഗതിയിലുള്ള ഒരു കീർത്തനമാണ്. കേട്ട് കാണും പലരും. കൈടഭാരി കരുണാലയ ലോചന. മധ്യമാവധി രാഗത്തിലാണ് ഇത് പാടാറ്. ഇതിൽ 4 സ്റ്റാൻസയാണുള്ളത്. പല്ലവി, അനുപല്ലവി, പിന്നെ 4 സ്റ്റാൻസയാണുള്ളത്. മധ്യമാവധി രാഗത്തിലാണ്, ചെമ്പടതാളത്തിലാണ് പാടാറ്. ചെമ്പടതാളത്തെക്കുറിച്ച് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പോയി കഴിഞ്ഞാൽ താളങ്ങൾ എന്നുള്ള പ്ലേലിസ്റ്റിൽ ഉണ്ടാവും. താളത്തിനെക്കുറിച്ച് പഠിക്കാനുള്ളതും എങ്ങനെയാണ് കൊട്ടുക എന്നുള്ളതും എല്ലാം. അപ്പോൾ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരു കാര്യം മറക്കാതെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നേരത്തെ പറഞ്ഞ പോലെ മധ്യമാവധി രാഗത്തിൽ ചെമ്പടതാളത്തിൽ. അപ്പോൾ ഈ 2 തവണയായിട്ട് പാടാം. പാടുന്ന സമയത്ത് രണ്ടാമത്തെ വരിയിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. തുടങ്ങാം. കൈടഭാരി കരുണാലയലോചന കൈതൊഴുന്നിത കൈടഭാരി കരുണാലയലോചന കൈതൊഴുന്നിത വൈകുണ്ഠനാഥ വനമാലി മുകുന്ദ കൈതൊഴുന്നിത വൈകുണ്ഠനാഥ വനമാലി മുകുന്ദ കൈതൊഴുന്നിത മുരാരേ കൈതൊഴുന്നിത മുരാരേ കൈതൊഴുന്നിത സാരാർത്ഥ കീർത്തനീയം ഭഗവത് ഗീതയാമരന്തം സാരാർത്ഥ കീർത്തനീയം ഭഗവത് ഗീതയാമരന്തം അമന്തം പാർത്തനങ്ങു സമയേ സമമോദിയൊരീശ്വരൻ കരുണകാരണ കോമളൻ പാർത്തനങ്ങു സമയേ സമമോദിയൊരീശ്വരൻ കരുണകാരണ കോമളൻ കൈടഭാരി കരുണാലയലോചന കൈതൊഴുന്നിത വൈകുണ്ഠനാഥ വനമാലി മുകുന്ദ കൈതൊഴുന്നിത മുരാരേ കൈതൊഴുന്നിത പല്ലവി അനുപല്ലവി നമുക്കൊന്ന് ശ്രദ്ധിച്ച് പാടാനുള്ളതുണ്ട്. അത് കൈടഭാരി കരുണാലയ ലോചന കൈതൊഴുന്നിത വൈകുണ്ഠനാഥ എന്നെടുക്കുന്നത് നമ്മൾ താളത്തിന് മുന്നെയാണ് എടുക്കുന്നത്. വൈകുണ്ഠനാഥ വനമാലി മുകുന്ദ കൈതൊഴുന്നിത മുരാരേ കൈതൊഴുന്നിത അപ്പോൾ ഒന്നുകൂടി അത് പാടാം. അതെങ്ങനെയാണ് എടുക്കുന്നത് ഒന്നുകൂടി ശ്രദ്ധിക്കണം. കൈടഭാരി കരുണാലയലോചന കൈതൊഴുന്നിത വൈകുണ്ഠ, അതായത് 7 അടിയിൽ നമ്മൾ 5ാമത്തെ അടി കഴിഞ്ഞാൽ ഏഴടിയിൽ അവസാനത്തെ വൈകുണ്ഠ എന്നെടുക്കുന്നത് 5ാമത്തെ അടി കഴിഞ്ഞത് കൊടുക്കുക. കൈടഭാരി കരുണാലയലോചന കൈതൊഴുന്നിത വൈകുണ്ഠ
വൈകുണ്ഠ. അവസാനത്തെ 3 അടിയാണ് ഞാൻ പിടിച്ചത്. വൈകുണ്ഠ. 5-ാമത്തെ 6-ാമത്തെ 7-ാമത്തെ അടിയാണ് പിടിച്ചത്. വൈകുണ്ഠനാഥവനമാലി മുകുന്ദ കൈതൊഴുന്നിത ഞാൻ മുരാരേ കൈതൊഴുന്നിത ഞാൻ. ഇതന്നെയാണ് അനുപല്ലവിയിലും സാരാർത്ഥ കീർത്തനീയം. അത് നേരത്തെ തുടങ്ങണം. കൈതൊഴുന്നിത ഞാൻ സാരാർത്ഥ. ഈ സ്ഥലത്ത് തന്നെയാണ് സാരാർത്ഥ കീർത്തനീയം തുടങ്ങുക. ആ ഒരു വരിയിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം. കൈതൊഴുന്നിത ഞാൻ സാരാർത്ഥ കീർത്തനീയം ഭഗവത് ഗീതയമരന്തം സാരാർത്ഥ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് പാടുക. താളം പിടിക്കുന്ന സമയത്ത് സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് പാടുക. അപ്പോൾ നമുക്ക് അടുത്ത ചരണങ്ങളെല്ലാം അടുത്ത ഒരു വീഡിയോയിൽ കാണാം, പഠിക്കാം. അപ്പോൾ അതുവരെ ഇത് ഒന്ന് വേഗം പഠിച്ച് എല്ലാവരും അടുത്ത വീഡിയോന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് റെഡി ആവുക. അതുവരേക്കും നമസ്കാരം.